Hi friends, എല്ലാവർക്കും കൃഷി ലോകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേസ്റ്റ് ഡീകമ്പോസർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സൂക്ഷ്മാണു ലായനി ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ്റെ കയ്യിൽ ഇവിടെ സൂക്ഷ്മാണു ലായനി റെഡിയാക്കിയത് കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ മണ്ണിന് വളരെ നല്ലതാണ്. മണ്ണിനും അതുപോലെ സസ്യങ്ങൾക്കും നിറയെ കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ, അത് പേരയ്ക്ക നമ്മൾ സൂക്ഷ്മാണു ലായനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ കൊണ്ടുവന്നതാണ്. ഈ സൂക്ഷ്മാണു ലായനി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിച്ച് വെക്കാം. സൂക്ഷ്മാണുക്കളുടെ വിത്തുകളുടെ ശേഖരമാണ് സൂക്ഷ്മാണു ലായനി. ഇത് നമ്മൾ ഒരുപാട് വെയിലില്ലാത്ത സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഒരു 3 വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂക്ഷ്മാണു ലായനി ഉണ്ടാക്കുന്നതെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. സൂക്ഷ്മാണു ലായനി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ വേസ്റ്റ് ഡീകമ്പോസർ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ശുദ്ധമായ ശർക്കര, അത് 200 ഗ്രാമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബക്കറ്റാണ്. അപ്പോൾ അതിലേക്ക് 10 ലിറ്റർ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 10 ലിറ്റർ കൂടി നമുക്ക് വീണ്ടും ഒഴിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയിൽ അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി അതിൽ നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം. ഒന്ന് ചതച്ചതിന് ശേഷം ഒന്ന് കട്ടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചീകി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചീകിയ ശർക്കര വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തടിക്കഷ്ണം കൊണ്ട് അല്ലെങ്കിൽ മരക്കഷ്ണം കൊണ്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ലയിപ്പിച്ചെടുക്കണം. സൂക്ഷ്മാണു മിശ്രിതം നമുക്ക് 10 മില്ലിഗ്രാം ചേർത്ത് കൊടുക്കാം. ഈ സൂക്ഷ്മാണു മിശ്രിതം നമുക്ക് ഒരല്പം മാത്രമേ വാങ്ങുമ്പോൾ കിട്ടുള്ളൂ. ഒരു ബോട്ടിലിന് 20 രൂപയാണ് വില. ഇത് നമുക്ക് ലഭിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നാണ്. ഇനിയിപ്പോൾ ലോക്കലിൽ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം റെഡി മണി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ജീവാണുവിനെ, സൂക്ഷ്മാണുവിനെ. ആ അണുവിനെ അവസാനം നമ്മളൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സ് ആവട്ടെ. പതുക്കെ റൈറ്റിലോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് കിടക്കാണ്ട് പൊന്തി വന്നുണ്ട്, കട്ട പോലെ വന്നുണ്ട്. ദേഹമുണ്ടോ? അതാണ്, അത് മതി. ഇനി നമുക്കിതിനെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് സൂക്ഷ്മാണുക്കൾ ഇതിന്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതേപോലെ ഒരു പേപ്പർ ഇട്ട് മൂടി വയ്ക്കണം. രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ദിവസത്തിൽ 2 പ്രാവശ്യം വെച്ച് ഇളക്കി കൊടുക്കണം. 5 ദിവസം കഴിഞ്ഞ് ഇത് നമ്മുടെ ലായനി റെഡിയാവും. ഇപ്പം നമ്മൾ ഒരു ദിവസം ആയപ്പോഴുള്ള നമ്മുടെ സൂക്ഷ്മാണു ലായനിയുടെ കണ്ടീഷനാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ചേർത്ത സൂക്ഷ്മാണുക്കൾ ഈ ഒരു ലായനിയിൽ പ്രവർത്തിച്ച് തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിൻ്റെ പുറത്ത് ഫോം ചെയ്തിരിക്കുന്ന ആ ഒരു പത പോലുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരേ ദിശയിലേക്ക് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ ഇട്ട് നന്നായിട്ട് തന്നെ മൂടി വയ്ക്കണം. ദിവസവും 2 നേരം ഇതേപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ 5 ദിവസം വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ സൂക്ഷ്മാണു ലായനി നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാൻ, എല്ലാത്തരം വിളകൾക്ക് ഉപയോഗിക്കാനായിട്ട് തയ്യാറാകും. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. സൂക്ഷ്മാണു ലായനിക്ക് ശരിക്കും ഇതേ ഒരു കുപ്പിയിൽ എടുക്കുന്നതിൻ്റെ വിലയെന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ വില പറഞ്ഞതെന്ന് പറയുന്നത് 900 രൂപയാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂക്ഷ്മാണു ലായനി തയ്യാറായിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. നമ്മുടെ ചെടികൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ്. ഇത് നമുക്ക് വീണ്ടും തയ്യാറാക്കാനായിട്ട് വേസ്റ്റ് ഡീകമ്പോസർ മിശ്രിതമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ തയ്യാറാക്കിയതിൽ നിന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിലായിരിക്കണം സൂക്ഷിച്ച് വെക്കേണ്ടത്. നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കുക. വീണ്ടും തയ്യാറാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അളവുകളും ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ സൂക്ഷ്മാണു ലായനി സ്പ്രേ ചെയ്യാൻ പോവാണ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾക്ക് എന്തെല്ലാം ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊന്ന് പറയാമോ? സൂക്ഷ്മാണു ലായനി നമ്മൾ ചെടികളുടെ ഇലകളിൽ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഒരു പ്ലാന്റിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കീടശല്യങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. കുമിൾ ബാധ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇന്നാൾ പ്ലാവിന് കുമിൾ ബാധ ഉണ്ടായില്ലേ? അതെ, അത് പ്ലാവിന് ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര ശല്യമാണ്. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ അതേക്കുറിച്ചാണ്. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ ഈ സൂക്ഷ്മാണു ലായനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ആ ഒരു കുമിൾ ബാധയുടെ പ്രശ്നം നമ്മുടെ പ്ലാന്റുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇനി വരാതിരിക്കാൻ ഞങ്ങളിനി റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ രോഗങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് പൂവിടാനും നല്ല രീതിയിൽ വളരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് വന്നേക്ക് മുമ്പ് ചെയ്തു കൊടുക്കണം അല്ലേ? അതെ അതെ അതെ. കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത കാര്യമില്ല. അതെ അതെ. വരുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഇടയ്ക്ക് നമുക്കൊരു പ്രിവെൻഷൻ എന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇല്ലാത്ത ചെടികൾക്കും ഇപ്പോൾ പൂവിടാറൊക്കെ ആയ നമ്മുടെ റംബൂട്ടാനും മാങ്കോസിനും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂവിടാനായിട്ടും വളരെയേറെ സഹായിക്കുന്നുണ്ട് ഈ സൂക്ഷ്മാണുക്കളുടെ ശേഖരം. ഇതിപ്പോൾ നമ്മൾ 2020 നവംബറിൽ നട്ട പ്ലാവും തൈയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് ഇത് കണ്ട. അപ്പോൾ ഇതിന് ഇപ്പം ആൾക്കാർ പലരും വിളിച്ചിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ട് പ്ലാവിന് ഒരേ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഇത് കണ്ട, സൂം ചെയ്താണ്. ഇത് ഒരു സൈസ്. ഇപ്പോൾ ആ പ്രാണീനെ നമ്മളിവിടെ കാണാനില്ല. ഒരു സംഭവം വന്നിരുന്നിട്ട് ഇതിൻ്റെ നീര് കുടിക്കുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഇതുപോലെ പച്ച തുറിച്ച് വരും. ഇതിൻ്റെ വെളിഞ്ഞേനാണ് തുറിച്ച് വരും. ഇതിൻ്റെ ഈ തലയുടെ ഇല താഴെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇത് ഇവിടെ വെച്ച് മിക്കവാറും ഉണങ്ങിപ്പോവും. അതിന് ശേഷം ബാക്കി ഈ ശിഖരങ്ങൾ വലുതായി വരും. അതുപോലെ തന്നെ ഇത് ഇതുമ്മയുണ്ട്. ഇത് വ്യക്തമായിട്ട് കാണിച്ച് ഇവിടെയുണ്ട്. അത് തന്നെ ഇത് കണ്ട, ഈ തല ഇത് പോയിട്ട് ഉണങ്ങി കാണാതെ ഇത് തല പോയി. അപ്പോൾ ഇങ്ങനെ ഈ ശല്യങ്ങൾ, ഇത് പ്ലാവ് ഒത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ പ്ലാവിന് കാര്യമായിട്ട് ഏക്കില്ല, ആ തണ്ട ഉണങ്ങി പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോണതിന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം അത് ചെയ്താലും ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് അത് മഴ പെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഇതിൻ്റെ ശല്യം വരും. ഇപ്പോൾ ആ ജീവിനെ കാണിച്ചു തരാനായിട്ട് ഇതുമേ അതില്ല. അപ്പം നമുക്ക് ഇതൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ സൂക്ഷ്മാണു ലായനി അഡ്വാൻസ് ആയിട്ട് ചെയ്തു കൊടുത്താൽ വളരെ നല്ലതാണ്. ഇവരുടെ ശല്യമൊക്കെ കുറയും. ഈ ലായനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ്. ഇപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് നമ്മൾ മഴയുടെ ഗ്യാപ്പിൽ നമുക്ക് എപ്പോൾ കൂടുതൽ സമയം കിട്ടുമെന്ന് തോന്നാണ്, ആകാശം തെളിഞ്ഞ് കണ്ട ആ ടൈമിൽ ചെയ്തു കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യണ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് വേറെ എന്ത് യൂസ് ഉണ്ട്? ഇത് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു രീതിയിൽ, അതായത് ചെടികൾ നനയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ കലർത്തിയോ അല്ലാതെയോ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ലിറ്റർ വെള്ളമാണെങ്കിലും സ്പ്രേ ചെയ്യാനാണെങ്കിലും നനച്ചു കൊടുക്കാനാണെങ്കിലും 1 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ നമ്മുടെ സൂക്ഷ്മാണു ലായനിക്ക് 3 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാനും ഒഴിച്ചു കൊടുക്കാനും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും. നമുക്ക് ജൈവ കൃഷി ചെയ്യുന്നവർക്ക് നല്ലൊരു വിളവ് കിട്ടാനായിട്ട് സഹായിക്കുന്നൊരു കാര്യം. നമ്മൾ വളം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഴങ്ങളും പൂക്കളും ഒക്കെ നമുക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അല്ലേ? അത് നമ്മളുടെ അനുഭവമാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഈ പറമ്പിലെ കാര്യം എടുക്കാനാണെങ്കിൽ, പറമ്പിൽ കുറേ നമ്മുടെ ചപ്പുചവറുകളൊക്കെ ഉണ്ടാകും, കൃഷി ചെയ്തതിൻ്റെ ബാലൻസ് അല്ലേ, വാഴയൊക്കെ വെട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു വേസ്റ്റായിട്ട് ഇവിടെ കിടക്കാറുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് കമ്പോസ്റ്റ് ആക്കി ഒരു കുഴി പോലെ എടുത്തിട്ട് അതിൽ നമുക്ക് ചപ്പുചവറുകൾ ഇട്ട് ഈ സൂക്ഷ്മാണു ലായനി ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 10-40 ദിവസം കൊണ്ട് തന്നെ നമുക്കതൊരു കമ്പോസ്റ്റാക്കി നമ്മുടെ തൈകളുടെയൊക്കെ ചോട്ടിലിട്ട് മൂടാവുന്ന ഒരു കമ്പോസ്റ്റാക്കി അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അടുക്കള മാലിന്യങ്ങളും ഇന്നൊരു വലിയ പ്രശ്നമാണല്ലേ. അപ്പോൾ അടുക്കള മാലിന്യങ്ങൾ നമുക്ക് കമ്പോസ്റ്റാക്കി അല്ലെങ്കിൽ ദുർഗന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു വളമാക്കി മാറ്റാനായിട്ട് നമുക്ക് ഈ സൂക്ഷ്മാണു ലായനി ഉപയോഗിക്കാം. സൂക്ഷ്മാണു ലായനി ഒഴിച്ചാൽ സ്മെല്ല് വരില്ലേ? ഇല്ല, സ്മെല്ല് ഉണ്ടാകത്തില്ല. ഞങ്ങളൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇത് ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ട്? അത് സ്മെല്ല് വല്ലതും ഫീൽ ചെയ്തോ? സ്മെല്ല് ഇല്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ കുറച്ച് ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അതുകൂടി കാണിച്ചു വരുമ്പോൾ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് കുറേ പേർക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നമ്മുടെ സൂക്ഷ്മാണു ലായനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചു പറയാനാണെങ്കിൽ, മണ്ണിൻ്റെയും അതുപോലെ തന്നെ വിളവുകളുടെയും ഒക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ അതുപോലെ തന്നെ പറമ്പിലെ ജൈവാവശിഷ്ടങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് സഹായിക്കും.
അത് അങ്ങനെ വിവിധ ഗുണങ്ങളാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് കർഷകൻ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന നമ്മുടെ മണ്ണിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ വിളവുകൾ കിട്ടുമെന്ന കാര്യത്തിൽ നമ്മൾ യാതൊരു സംശയമില്ല അല്ലേ. അധികം സാമ്പത്തിക ചെലവില്ലാതെ നമുക്കിത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് വാങ്ങാനായിട്ട് പോകണ്ട, ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതെ, നമ്മളിത് പല പ്രാവശ്യം റെഡിയാക്കി ഇപ്പോൾ വീണ്ടും ഇന്നലെ ഒരു 20 ലിറ്റർ വീണ്ടും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പറമ്പിൽ തന്നെ ഞാനൊരു 30 ലിറ്റർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പറമ്പുകളിലും നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ ഇന്നലെ റെഡിയാക്കിയേക്കണത് ഇന്നലെ വൈകിട്ട് ശരിയാക്കി വെച്ചു. ഇന്നിപ്പോൾ ഞാൻ കാലത്തൊന്ന് ഇളക്കി കൊടുക്കും, പിന്നെ വൈകിട്ട് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ അതൊരു 5 ദിവസം കഴിയുമ്പോഴേക്കും അത് റെഡിയായി നമുക്ക് ഈ പരിപാടി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ വേസ്റ്റ് കിടക്കണതിനൊക്കെ ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂട്ടിയിട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചാണകവും കാര്യങ്ങളും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ കമ്പോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൃഷിലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുടെ സ്നേഹം, അതായത് സഹോദരങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് കാണാത്ത ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്, വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും സ്നേഹം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.